ഒരു ഫുൾ ബോട്ടിൽ വിസ്കി കൂടി വേണം, കുറച്ച് ചിക്കൻ 65. സാറേ പച്ച ഇപ്പോഴേ എത്രയാണെന്ന് അറിയോ? അത് തീർക്കാണ്ടിനി കൊടുക്കണമെന്നാ മാനേജർ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഇത്രയും തന്നു തന്നെ ഞങ്ങളുടെ റിസ്കില്ല. ശരി, പരിഹാരം ഉണ്ടാക്കാം. ഈ കാലി കുപ്പി നിരത്തി വെച്ചിരിക്കുന്ന ഈ കുപ്പികളിലേക്ക് എറിഞ്ഞാൽ സുമാർ എത്ര രൂപ കിട്ടും? നല്ല കണക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ 7 പേര് മാറി മാറി എറിഞ്ഞാല്. അയ്യോ സാറ് ചതിക്കല്ലേ. എങ്കിൽ മര്യാദ കുപ്പി എടുക്ക. അങ്ങനെ ഇതാ അറിയാ, ആവശ്യമുള്ളത് കുടിച്ചോ. വെൽ യങ്മൻ, കയ്യിലുള്ള ഗ്ലാസുകളെല്ലാം പെട്ടെന്നൊന്ന് കാലിയാക്കുക. അത് കഴിഞ്ഞ് നമുക്ക് അല്പം ജോലിയുണ്ട്. വാണ്ടൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചെന്ന് സാവകാശം പറയാം. എന്റെ പൊന്നനിയന്മാര് ഒന്ന് എളുപ്പം പുറപ്പെടാൻ നോക്ക്. സ്റ്റേഷനിൽ ചെന്നിട്ട് ഒരുപാട് ജോലിയുള്ളതാ. നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ എന്റെ കയ്യിൽ വാറണ്ടുണ്ട്. എന്തിന്? ഒരു പാവം പെങ്കൊച്ചിന്റെ ശവം ഇവിടെ അടുത്തൊരു പുഴയിൽ പൊങ്ങി. സിന്ധു എന്നാ പെങ്കൊച്ചിന്റെ പേര്. സാറിനൊരു സംശയം, അതൊരു കൊലപാതകമാണോന്ന്. സംശയം വെറുതെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാന്ന് കരുതിയ? അതും ഞങ്ങൾ തമ്മിൽ എന്ത് ബന്ധം? ആ പെൺകുട്ടിയും കൊണ്ട് നിങ്ങൾ ഡോക്ടർ ശാരദയുടെ അടുത്തിയെന്ന് അബോർഷൻ നിർബന്ധിച്ചു എന്ന് പറയുന്നത് തന്നെ ബന്ധമുണ്ട് എന്നുള്ളതിന് തെളിവല്ലേ? എന്നാര് പറഞ്ഞു? ഡോക്ടർ ശാരദയും ഡോക്ടർ രാമചന്ദ്രനും തന്നെ. എന്റെ അടുത്ത് മാത്രമല്ല, കോടതിയിലും അവരത് തന്നെ പറയും. ഇൻസ്പെക്ടർ, നിങ്ങൾ കളിക്കുന്നത് തീ കൊണ്ടാണ്. വെറുതെ ആളും നിലയും അറിയാതെ. ബലപ്രയോഗം കഴിവതും ഒഴിവാക്കണമെന്നാ ഞങ്ങളുടെ പെരുമാറ്റച്ചട്ടത്തിലുള്ളത്. വെറുതെ പണി ഉണ്ടാക്കല്ലേ മക്കളെ. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയാലേ വകുപ്പുകൾ ഇനിയും കൂടും. ചുമ്മാ ഇനി പോരെ. വാ മക്കളെ. മര്യാദയ്ക്ക് പറഞ്ഞോ നിങ്ങൾ കേൾക്കില്ലല്ലേ? നീയൊക്കെ വലിയമ്മയുടെ മക്കളെ മനസ്സിൽ വെച്ചിട്ടാ ഇങ്ങനെയാണെങ്കിലേ ഞങ്ങളില്ല. കള്ളക്കൊതി കാട്ടിട്ടാ പിന്നെയും തോൽക്കണം. പിന്നെ ഒരു ചെറിയ കള്ളക്കളിയൊക്കെ ഇല്ലാതെ എങ്ങനെ അതിന്റെ ഒരു രസം ഉണ്ടാവുക? ശരി തുടങ്ങാം. എന്താ ഡോക്ടർ നോക്കുന്നത്? പോലീസ് അറസ്റ്റ് ചെയ്ത ഞങ്ങൾ എങ്ങനെ വന്നു എന്നാവും അല്ലേ? അതിനാണല്ലോ വക്കീലും ജാമ്യവും എന്നൊക്കെ പറയുന്നത്. ഞങ്ങൾക്കെതിരായി കോടതിയിൽ സാക്ഷി പറയാൻ പോകുന്നെന്ന് കേട്ടു. അതെ, ഞങ്ങൾ കണ്ടതാണ്. നിങ്ങൾ ആ പെൺകുട്ടിയുമായി ഹോസ്പിറ്റലിൽ വന്നല്ലേ? ഞങ്ങളത് പറയും. ഇല്ല, പറ്റില്ല. ഡോക്ടർക്ക് അതിന് കഴിയില്ല. നിങ്ങളെന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്? ഇറങ്ങിപ്പോണം മിസ്റ്റർ.
കുഴിച്ചു മൂട്. ഗുഡ് നൈറ്റ്. എന്റെ ഇത്രയും കാലത്തെ സർവീസിനിടയ്ക്ക് ഞാൻ എത്രയോ കേസുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ഇത്രയും ദയനീയമായ ഒരു സംഭവം കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല. പാവം ഡോക്ടർ, ഭാര്യ മരിച്ചു, സഹോദരി ഹോസ്പിറ്റലിലാണ്, ഇതുവരെ ബോധം വീണിട്ടില്ല. ആ കുട്ടിയുടെ ഗതി ഇനി എന്താവുമോ എന്തോ, വളരെ സീരിയസ് ആവും. മനുഷ്യർ ഇത്രയും ക്രൂരന്മാരാകരുത്. ഈ വേഷം ധരിച്ച ഞങ്ങളൊക്കെ വെറും നോക്കുകുട്ടികളായി പോയി മോനെ. എന്റെ കൈയും കാലും കെട്ടിയിട്ട് ശബ്ദിക്കാൻ പോലും കഴിയാതെ ഞാൻ നോക്കി നിൽക്കെ എന്റെ കൺമുന്നിൽ വെച്ച് ഡോക്ടർ, നിങ്ങൾ വീണ്ടും പഴയ പല്ലവിധന ആവർത്തിക്കുകയാണ്. എന്റെ കക്ഷികൾ എന്തിനു വേണ്ടി നിങ്ങളുടെ കുടുംബത്തോടെ ക്രൂരത കാട്ടണം? എന്നോടുള്ള വൈരാഗ്യം തീർക്കാൻ. ഇവർ ചെയ്തു വന്ന പല തെമ്മാടിത്തരങ്ങൾക്കെതിരെ ഞാൻ ശബ്ദമുയർത്തിയിരുന്നു, പരാതി നൽകിയിരുന്നു. ആ വൈരാഗ്യത്തിന് പക തീർക്കുകയായിരുന്നു അവർ. ഡോക്ടർ, തെളിവുകൾ കൊണ്ട് സ്ഥാപിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ഈ പറയുന്നതല്ല. കോടതിയിൽ ഇതിന് യാതൊരു പ്രസക്തിയുമില്ല. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് തെളിയിക്കാൻ സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഹാജരാക്കൂ. സാക്ഷി എനിക്ക് സാക്ഷി ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാം അറിയുന്ന ഈശ്വരൻ. യുവർ ഓണർ, പ്രോസിക്യൂഷനോടുള്ള പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി തന്നെ എന്റെ കക്ഷികൾക്ക് ഈ കേസുമായി ഒരു ബന്ധമില്ലെന്ന് സ്ഥാപിക്കാൻ അലീബി എന്ന് നിയമം അംഗീകരിക്കുന്ന ഒരു ചെറിയ തെളിവ് ഞാൻ ഹാജരാക്കട്ടെ. ബാലു, ചന്ദ്രു, രാമു, വിൽസൺ, ഈ കക്ഷികൾ 4 പേരും. കൂട്ടത്തിൽ മിസ്റ്റർ ചന്ദ്രു ഇന്ന് കോടതിയിലില്ല. പ്രോസിക്യൂഷൻ അറിയാവുന്നതുപോലെ അദ്ദേഹം സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്. ഇവർ 4 പേരും ഡോക്ടർ രാമേന്ദ്രന്റെ വീട്ടിൽ ക്രൂരമായി ദുരന്തം നടക്കുമ്പോൾ മൈലുകൾക്കപ്പുറത്ത് ബാംഗ്ലൂരിലായിരുന്നു. ബാലുവിന്റെ അമ്മാവനും MP-യുമായ ശ്രീ നന്ദൻ മേനന്റെ സുഹൃത്തും ബിസിനസ് പാർട്ണറും സ്ഥലം MLA-യുമായ ശ്രീ രാമകൃഷ്ണ റാവുവിന്റെ മകളുടെ വിവാഹത്തിൽ സംബന്ധിക്കാൻ ശ്രീ നന്ദൻ മേനോന്റെ കൂടെ മന്ത്രിമാരും MP-മാരും അടക്കം നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്ത ആ ചടങ്ങിൽ എന്റെ കക്ഷികളും സന്നിഹിതരായിരുന്നു എന്നതിന് പ്രസ്തുത ചടങ്ങുകളുടെ ഫോട്ടോ ആൽബവും വീഡിയോ കാസറ്റും മതിയായ തെളിവുകളാണ്. ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കുകയാണെങ്കിൽ ശ്രീ നന്ദൻ മേനോനെ സാക്ഷിയായി വിസ്തരിക്കാം. സത്യം. ഈശ്വരൻ സാക്ഷിയായി സത്യം മാത്രം ബോധിപ്പിച്ചുകൊള്ളാം. വെൽ മിസ്റ്റർ നന്ദൻ മേനോൻ, ബാലു, ചന്ദ്രു, രാമു, വിൽസൺ എന്നീ 4 പേരും താങ്കളോടൊപ്പം ബാംഗ്ലൂരിൽ മിസ്റ്റർ രാമകൃഷ്ണ റാവുവിന്റെ മകളുടെ വിവാഹത്തിൽ സംബന്ധിച്ചിരുന്നു എന്നത് സത്യമാണ് അല്ലേ? അതെ, സത്യമാണ്. അവർ 4 പേരും എന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. എപ്പോഴാണ് ഇവർ ബാംഗ്ലൂരിലെത്തിയത്? വിവാഹത്തിന്റെ തലേന്ന് വൈകിട്ടത്തെ ഫ്ലൈറ്റിൽ. എന്ന് പറയുമ്പോൾ ഇവർ ഓണർ, ഇവർ 4 പേരും സംഭവം നടന്നതിന് തലേന്ന് തൊട്ടേ ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നുവെന്ന് ഇദ്ദേഹം സാക്ഷ്യം പറയുന്നു. 2 ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ ജയിച്ച MP-യാണ് ഇദ്ദേഹം. ഈ സാക്ഷിമൊഴിക്ക് ഇതിന്റേതായ വില കൊടുക്കണം. ഇവർ 4 പേരും ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്തതിന്റെ എയർ ടിക്കറ്റുകളാണിത്. ഇനി അവശേഷിക്കുന്നത് 3 പേരാണ്. അവരിൽ ടോമയും കാസിമും അന്നേ ദിവസം മദ്രാസിൽ കോമൺവെൽത്ത് ഇന്ത്യയിൽ എക്സിക്യൂട്ടീവ് ട്രെയിനേഴ്സിൽ തിരഞ്ഞെടുക്കാനുള്ള ഇന്റർവ്യൂവിൽ പങ്കെടുക്കുകയായിരുന്നു എന്നതിനുള്ള തെളിവുകളാണിത്. ഡേവിസ് പ്രസ്തുത ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് മുൻപിൽ വിവിധ കക്ഷി യുവജന സംഘടനകൾ നടത്തിയ പിക്കറ്റിംഗിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ചതായി ഈ രേഖയിൽ കാണുന്നു. ബാംഗ്ലൂരിലും മദ്രാസിലും തിരുവനന്തപുരത്തുമായിരുന്ന എന്റെ കക്ഷികൾ ഈ ദുരന്തത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാകുക
തിരികെ നാട്ടിലെത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും. കോടതിക്ക് അംഗീകരിക്കാൻ മാത്രം വിശ്വാസ്യത ഈ എലിബി എവിഡൻസ് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. അടുത്ത മാസം 9-ാം തീയതി വിധി പറയുന്നതിന് വേണ്ടി ഈ കേസ് മാറ്റിവെച്ചിരിക്കുന്നു. പ്രതികളുടെ മേൽ ചാർത്തപ്പെട്ട കുറ്റം സംശയാതീതമാവിധം തെളിയിക്കുവാൻ വേണ്ടത്ര തെളിവുകൾ ഹാജരാക്കുവാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ലാത്തതിനാലും ഹാജരാക്കിയ ഏക തെളിവായ ഡോക്ടർ രാമചന്ദ്രന്റെ സാക്ഷിമൊഴിയുടെ വിശ്വാസ്യത കോടതിക്ക് ബോധ്യപ്പെടാത്തതിനാലും സർവോപരി പ്രതികൾക്ക് സംശയാതീതമാവിധം അലിവി എവിഡൻസിന്റെ ആനുകൂല്യം ഉള്ളതിനാലും പ്രതികളെ വെറുതെ വിട്ടുകൊണ്ട് ഈ കോടതി ഉത്തരവായിരിക്കുന്നു. ഡോക്ടർ, പുഷ്പയ്ക്ക് ഓ, പുഷ്പേ, ഒരു സെഡേറ്റീവ് കൊടുത്തോളൂ, കുറച്ച് ഉറങ്ങട്ടെ. ഡോക്ടർ മാത്യൂസ് വരുമ്പോൾ എന്നെ വിളിക്കണം. യെസ് ഡോക്ടർ.